ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ സ്ഥാപിച്ചത്? 158. അപ്പോളോ 11 നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം? ഈഗിൾ. എവിടെ നിന്നാണ് ആദ്യ ചാന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത്? അമേരിക്കയിലെ കേപ്പ് കെന്നഡിയിൽ. അപ്പോളോ സീരീസിലെ അവസാന പേടകം? അപ്പോളോ 17. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബേസിനുകൾ. ചന്ദ്രനിൽ പതാക സ്ഥാപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. സൗരയൂഥത്തിലെ തന്നെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗർത്തമായ സൗത്ത് പോൾ ഐറ്റ്കിൻ എവിടെയാണ്? ചന്ദ്രനിൽ. ചന്ദ്രനിലെ ജലസാന്നിധ്യം നിർണയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഉപകരണം? മൂൺ മിനറോളജി മാപ്പർ. ചൊവ്വയിൽ ജീവനുണ്ടോ എന്നത് സംബന്ധിച്ച് പഠനം നടത്താനായി നാസ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾ? വൈക്കിംഗ് 1, വൈക്കിംഗ് 2. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിൽ? നെല്ലൂർ. സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിന്റെ പേര് എന്താണ്? കൊറോണ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ആര്യഭട്ടൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര 1. അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു? 1992. സൂര്യന്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? എക്കോ. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തായ്ക്കോനാട്ട്. ചന്ദ്രനും സൂര്യനുമിടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം? ചന്ദ്രഗ്രഹണം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം? ലൂണ 2. ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ്? മൂൺ ഇമ്പാക്ട് പ്രോബ്. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര്? ഷാക്കിൽട്ടൺ ഗർത്തം.